ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് ബി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും ഇനി വരാവുന്ന പരീക്ഷകളിൽ ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട പ്രധാനമായിട്ടും വരുന്ന പരീക്ഷകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാം വരുന്നുണ്ട്, കമ്പനി ബോർഡ് LGSൻ്റെ മെയിൻസ് എക്സാം വരുന്നുണ്ട്, അതുപോലെ തന്നെ ബിവറേജ് LDC അല്ലേ. ഈ 3 എക്സാമുകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാം എന്നല്ല, നമുക്ക് ഏതൊരു എക്സാമിന് പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട SCRT ചാപ്റ്റേഴ്സ് ഉണ്ട്, NCRT ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ NCRT ചാപ്റ്റേഴ്സും SCRT ചാപ്റ്റേഴ്സും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസ്സുകൾ തരുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ടത് സിലബസ് ബേസ്ഡ് ആയിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട SCRT NCRT ചാപ്റ്റേഴ്സാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ എക്സാമുകളിൽ 2026 ചോദിച്ച എക്സാമുകളിലൊക്കെ നന്നായിട്ട് NCRT ക്വസ്റ്റ്യൻസും കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യപേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ നടന്ന പരീക്ഷകൾ 10th പ്രിലിംസിൻ്റെ എക്സാമുകളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം SCRT ചാപ്റ്റേഴ്സും നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ SCRTയും NCRTയും എന്തായാലും പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇനി പഠിച്ചു കഴിഞ്ഞവർക്കാണെങ്കിലും ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഏതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാം കമ്പനി ബോർഡ് LGS എക്സാമിൻ്റെ സിലബസ് നോക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സിലബസ് ഓരോന്നിൻ്റെയും കമ്പനി ബോർഡ് LGS ആണെന്നുണ്ടെങ്കിലും ശരി, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും ഏത് ചാപ്റ്റേഴ്സ് പഠിക്കണമെന്നും അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSൻ്റെ മെയിൻസ് എക്സാമിനാണെന്നുണ്ടെങ്കിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ള ലിസ്റ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. 50 ദിവസം കൊണ്ടാണ് നമ്മൾ മാക്സിമം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ദിവസങ്ങളിലും കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ഹിസ്റ്ററി വരുന്നുണ്ട് അല്ലേ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യ ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട് അല്ലേ. ഇനി നമുക്ക് അത് കമ്പനി ബോർഡ് LGSനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ഹിസ്റ്ററി വരുന്നില്ല. നമുക്ക് വേൾഡുമായിട്ട് പ്രധാനമായിട്ടും ലോകം എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലേ, അത് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിനാണ് വരുന്നത്. വേൾഡ് ഹിസ്റ്ററിയും വേൾഡ് ജോഗ്രഫിയും നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിനാണ് വരുന്നത്. ബാക്കിയൊക്കെ എന്താണ് കമ്പനി ബോർഡ് LGSനും എക്സാമിനും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും കോമൺ ആയിട്ട് വരുന്ന എന്താണ് ചാപ്റ്റേഴ്സ് തന്നെയാണ്, ഓരോ ടോപ്പിക്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഏതൊരു എക്സാമിനാണെന്നുണ്ടെങ്കിലും കേരള ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യ ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി വരുന്നത് നമുക്ക് മെയിനായിട്ട് BUCO LDC അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിനാണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഭൂമിശാസ്ത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോഗ്രഫി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫി വരുന്നത് പ്രധാനമായിട്ടും ഈ ഒരു എക്സാമുകൾക്ക് തന്നെയാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ BUCO LDC നമുക്ക് കമ്പനി ബോർഡ് LGS എക്സാമിന് മാത്രമാണ് നമുക്ക് വേൾഡ് എന്ന് പറയുന്ന ഒരു ഭാഗം വരാത്തത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് എക്കണോമിക്സ് വരുന്നുണ്ട്. നമുക്കറിയാം കമ്പനി ബോർഡ് LGSൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുത്ത് പഠിക്കാനായിട്ടില്ല, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും എക്കണോമിക്സിൽ നിന്ന് ചോദ്യങ്ങൾ വരും. കൂടുതലായിട്ട് നമുക്ക് ഇതിൽ ഈ ഒരു ഭാഗത്ത് പറയാറുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അല്ലേ. ഈ ഒരു ഭാഗമാണ് നമുക്ക് എക്കണോമിക്സുമായിട്ടും അതുപോലെ തന്നെ ഈ ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് രണ്ട് മിക്സ്ഡ് ആയിട്ടാണ് നമുക്ക് സിലബസിൽ കാണാനായിട്ട് സാധിക്കുക. എന്നാൽ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എക്കണോമിക്സിൽ ഏതൊക്കെ ഭാഗം വരുന്നതെന്ന് പറയുന്നത് ഈ പഞ്ചവത്സര പദ്ധതികളും പുരോഗതികളും നേട്ടങ്ങളൊക്കെ രണ്ടും സെയിം തന്നെയാണ്. അതായത് രണ്ടും എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് ഇത് രണ്ട് എക്സാമിനാണെന്നെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതും കോമൺ ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിലും അതും കോമൺ ആണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും. അത് നമുക്ക് LGSൻ്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണില്ല. അപ്പോൾ ഈ ഒരു ഭാഗവും നമുക്ക് പ്രധാനമായിട്ടും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബാക്കിയുള്ള എക്സാമുകൾക്കൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. ഇനി ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും ഇതും രണ്ടും എക്സാമിനും കോമൺ ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ഇനി ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കോമൺ ആണ്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ കോമൺ ആണ്. ശാസ്ത്രം കല കായികം സാഹിത്യം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ്. പിന്നെ നമുക്കറിയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ കയറി വരുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ നമുക്ക് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ സുപ്രധാന നിയമങ്ങൾ, കമ്പ്യൂട്ടർ സുപ്രധാന നിയമങ്ങൾ ഇത് രണ്ടും ഈ ഒരു ഇനി വരുന്ന എക്സാമുകൾക്ക് പ്രധാനമായിട്ടും വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് കമ്പനി ബോർഡ് LGS ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം വരുന്നില്ല.
ഓക്കെ, കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം, അതുപോലെ തന്നെ മാത്സ് ഒക്കെ എന്നാൽ കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സിലബസും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേൾഡ് ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫി, പിന്നെന്താണ് പ്രധാനമായിട്ടും ഈ കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ കേരളം ഭരണ സംവിധാനങ്ങളും അല്ലേ, ഭരണ സംവിധാനങ്ങളും, പിന്നെ നമ്മൾ ഈ പറഞ്ഞ സുപ്രധാന നിയമങ്ങളും, ഈ 5 ചാപ്റ്റേഴ്സ്, ഈ 5 ഭാഗമാണ് കേട്ടോ, 5 ടോപ്പിക്കുകളാണ് നമുക്ക് പ്രധാനമായിട്ടും വ്യത്യാസം വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ സിലബസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറഞ്ഞത്. നമുക്കറിയാം 2 എക്സാമും കൂടെ അടുത്തടുത്ത് തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമൊക്കെ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ബ്യൂറോ LDC, പിന്നെ അതിനുശേഷം കമ്മ്യൂണിറ്റി ബോർഡ് LGS, അങ്ങനെയാണ് എക്സാം വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ കോമൺ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട്, അതെന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പോൾ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മെയിൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന NCERT ചാപ്റ്റേഴ്സാണ്. പ്രധാനമായിട്ടും PSC ഇപ്പോൾ റാങ്ക് ഫയലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റാങ്ക് ഫയൽ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് SCERT ചാപ്റ്റേഴ്സും NCERT ചാപ്റ്റേഴ്സും നമ്മുടെ കയ്യിൽ ഭദ്രമാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ കേരള ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ ക്ലാസ്സും എത്രാമത്തെ ക്ലാസ്സിലാണ്, അതുപോലെ തന്നെ എത്രാമത്തെ ചാപ്റ്റർ ആണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തരാമെന്നാണ്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള SCERT ക്ലാസ്സുകളാണ് നമ്മൾ ആദ്യം തന്നെ എടുക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരള ചരിത്രം എന്ന് പറയുന്ന കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തെന്ന് വിചാരിക്കുക. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT പാഠഭാഗങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുക. അതിനുശേഷം അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ചെയ്യാം. അതിനുശേഷം നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ചാപ്റ്ററും NCERT ചാപ്റ്ററും ഞാൻ എടുത്ത് തരുന്നതായിരിക്കും. അല്ലാതെ തന്നെ നമ്മൾ NCERT ചാപ്റ്റേഴ്സ് ചാപ്റ്റർ വൈസ് ആയിട്ട് തരുന്നുണ്ട്, SCERT ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടും തരുന്നുണ്ട് കേട്ടോ, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടും PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്, SCERT ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമ്മളൊരു ടോപ്പിക് എടുത്തു, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകൾ നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ NCERT ക്ലാസ്സുകൾ പഠിക്കും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന NCERT ടോപ്പിക്ക് നമുക്ക് +1 +2 എന്താണ് സിലബസ് സബ്ജക്റ്റിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെടുക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരും. ഇതുപോലെ തന്നെ ആയിരിക്കും അതിനുശേഷം, അതായത് ഈ ഒരു ടോപ്പിക് വൈസ് ഇപ്പോൾ നമുക്ക് ഇന്ത്യ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനമാണ് ആദ്യം വരുന്നത്. യൂറോപ്യന്മാരുടെ ആഗമനം 1857 കലാപം. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനത്തെക്കുറിച്ചിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ കാണാനായിട്ട് സാധിക്കും. 8ാം ക്ലാസ്സിൽ SCERT കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ NCERTയിൽ നമുക്ക് +1 തോന്നുന്നു, +1 ഹിസ്റ്ററിയിൽ ഈ യൂറോപ്യരുടെ ആഗമനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ SCERT ചാപ്റ്ററും NCERT ചാപ്റ്ററിൽ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണല്ലോ, അതായത് നമുക്ക് പ്രധാനമായിട്ടും ആ ഒരു ചാപ്റ്റർ ഫുള്ള് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പം എന്താണ് അതിനുശേഷം ചെറുത്തുനിൽപ്പുകൾ എടുത്തുമെന്ന് വിചാരിക്കും. ഒരു ചാപ്റ്ററിൽ നമുക്ക് പല ടോപ്പിക്സുകളുണ്ടായിരിക്കും അല്ലേ, അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കും. ആ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തരുന്നുണ്ട്, എടുത്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ എടുത്തിട്ടില്ലാത്ത ക്ലാസ്സുകൾ നമ്മൾ എന്തായാലും ചെയ്യും കേട്ടോ. അതല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് വരുന്ന SCERT ചാപ്റ്റർ ഞാൻ എടുക്കും, SCERT ഭാഗം എടുക്കും, അതുപോലെ തന്നെ NCERT ഭാഗം എടുക്കും. അതിനുശേഷം അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരും. അതുപോലെ തന്നെയായിരിക്കും ഓരോ സബ്ജക്റ്റിനെയും ചെയ്യുക. അപ്പോൾ ഇന്ത്യ ഹിസ്റ്ററി കഴിഞ്ഞ് നമുക്ക് എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, അത് നമുക്കറിയാം NCERTയിലും വരുന്നുണ്ട്, SCERTയിലും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം SCERTയിലും പഠിക്കാനുണ്ട്, ഓൾഡ് SCERTയിലും പഠിക്കാനുണ്ട്. പുതിയ SCERT ഉണ്ട്, ഓൾഡ് SCERT ഉണ്ട്, പ്ലസ് NCERTയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്ക് നമുക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. ഇനി നമുക്ക് ഫിസിക്സ് നോക്കുകയാണെങ്കിലും കെമിസ്ട്രി നോക്കുകയാണെങ്കിലും ബയോളജി നോക്കുകയാണെങ്കിലും ഇതേ സെയിം തന്നെയാണ്. സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് +1 +2 ഭാഗത്ത് പ്രധാനമായിട്ടും വരുന്ന അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ഇങ്ങനെ ഇത്രയധികം വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതിന് ശേഷം തരും. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക്
ഇപ്പോൾ നോക്കിയേ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ബയോളജിയിലെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ SCERT ചാപ്റ്റർ ഞാൻ തരും. അതിനുശേഷം നമുക്ക് പ്രധാനമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള SCERT NCERT ക്ലാസ്സുകൾ തന്നതിന് ശേഷം നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കില്ല. ഈ ടോപ്പിക്കിൽ നിന്നല്ലാതെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്ന SCERT ചാപ്റ്റർ ആയ കാരണം തന്നെ ചോദിക്കാവുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിനുശേഷം ഈ ടോപ്പിക് വൈസ് ആയിട്ട് സിലബസ് വൈസ് ആയിട്ടുള്ളത് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രധാനമായിട്ടും വരുന്ന അഡീഷണൽ ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സും കൂടി എടുത്തു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് SCERTയും NCERTയും പഠിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. NCERT ചാപ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് ഇതുപോലെ തന്നെ ഒരു എക്സാമിന് ഒരു ഓറിയൻറ്റഡ് ആയി നമുക്ക് ഒരു PSC എക്സാം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും ഇനി SCERT NCERT പഠിക്കാത്ത കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നല്ല ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഏതൊക്കെ ഭാഗം കവർ ചെയ്യണം, SCERT ആണെങ്കിലും ശരി NCERT ആണെങ്കിലും ഏതൊക്കെ ഭാഗം കവർ ചെയ്യണം, ഈ ടോപ്പിക്ക് എവിടെയാണ് വരുന്നത് എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ്സിലൂടെ അതായത് ഒരു 50 ദിവസം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം റാങ്ക് ഫെയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ റാങ്ക് ഫെയിൽ നോക്കാം കേട്ടോ. റാങ്ക് ഫെയിൽ കയ്യിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റാങ്ക് ഫെയിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഏതാണോ പ്രിഫർ ചെയ്യുന്ന നോട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് PYQ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടും ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ പേപ്പറൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ഒരു 50-60 ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ സിലബസ് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ തരേണ്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത സബ്ജക്റ്റ് എടുക്കണോ അത് അങ്ങനെ ഇടകലർന്നിട്ട് എടുക്കണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫിസിക്സൊക്കെ അടുപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് പിള്ളേർക്ക് ബുദ്ധിമുട്ട് തോന്നും അല്ലേ, ബാക്കി ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാത്തതിന്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടകലർന്നിട്ട് എടുക്കാം, ഓരോ ടോപ്പിക്കായിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ സിലബസൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. സിലബസും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ SCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് ഇട്ടിട്ടില്ലേ. പിന്നെ എന്തൊട്ടാണ് കമ്പനി ബോർഡ് LGS അതിൻ്റെ SCERT ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടിയും ചാപ്റ്റേഴ്സും കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ കാണാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.